ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സജീഷ് കൃഷ്ണൻ. ഞാൻ കേരളത്തിലെ ഫസ്റ്റ് ബ്ലേഡ് റണ്ണറാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു കഥ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ കഥ മാത്രമല്ല, മറിച്ച് ജീവിതം നമ്മെ എങ്ങനെ പരീക്ഷിക്കുന്നുവെന്നും തകർക്കുന്നുവെന്നും പിന്നീട് എങ്ങനെ ശക്തമായി തിരിച്ചു വരാൻ അവസരം നൽകുന്നുവെന്നും കാണിക്കുന്ന ഒരു കഥ. കണ്ണൂർ പയ്യന്നൂരിലെ വെള്ളൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള മറ്റേത് ചെറുപ്പക്കാരനെയും പോലെയായിരുന്നു ഞാൻ. എൻ്റെ ലോകം വളരെ ലളിതമായിരുന്നു. വീട്, കോളേജ്, പഠനം, സുഹൃത്തുക്കൾ, പിന്നെ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ. എന്നാൽ ഒരൊറ്റ നിമിഷത്തിന് അതെല്ലാം എന്നേക്കുമായി തകർക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. 18ാമത്തെ വയസ്സിൽ എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. നിയന്ത്രണം വിട്ടു വന്ന ഒരു ടിപ്പർ ലോറി എൻ്റെ ഇടതുകാൽ പാദത്തിലൂടെ കയറിയിറങ്ങി. ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ തലകീഴായി മറിഞ്ഞു. മാസങ്ങൾ നീണ്ട ആശുപത്രിവാസം, അസഹ്യമായ വേദന, 14ഓളം സർജറികൾ. ഓരോ ദിവസവും എൻ്റെ ജീവിതം ഭയത്തിനും പ്രതീക്ഷയ്ക്കുമിടയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. 4 മാസങ്ങൾ നീണ്ട ആശുപത്രിവാസങ്ങൾക്കിപ്പുറം ഒരു ദിവസം ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, കാൽപാദം പാതി മുറിച്ചു മാറ്റി ഒരു സർജറി കൂടി ചെയ്ത് നോക്കാമെന്ന്. അന്ന് ഞാൻ ഒറ്റ ചോദ്യം മാത്രമേ ഡോക്ടർമാരോട് ചോദിച്ചുള്ളൂ: അത് കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റുമോ? മറുപടി ഇതായിരുന്നു: ഉറപ്പ് തരാനാവില്ല. അഥവാ നടക്കാനായാൽ തന്നെ ജീവിതകാലം മുഴുവൻ ഒന്നുകിൽ വാക്കർ വേണ്ടി വരും, അല്ലെങ്കിൽ ക്രച്ചസ് വേണ്ടി വരും. പിന്നെയുള്ള ഒരു ഓപ്ഷൻ മുട്ടിന് താഴെ വെച്ച് കാല് മുറിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു. ചിലപ്പോൾ കാല് നഷ്ടമായേക്കാം. അപ്പോൾ എന്താണ് ചെയ്യുക? ആ 4 മാസങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ സജ്ജമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 മാസങ്ങൾക്ക് ശേഷം എൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗം, എൻ്റെ ഇടതുകാൽ, എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കയ്യിൽ ക്രച്ചസുമായി ഞാൻ കോളേജിൽ പോയി തുടങ്ങി. എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ആൾക്കാരുടെ എന്നോടുള്ള സമീപനം തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ നോട്ടത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിൽ പോലും സഹതാപം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ സഹതാപത്തിൽ ജീവിക്കാൻ പോകുന്നില്ല എന്ന്. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എനിക്ക് നഷ്ടമായത് എൻ്റെ ഇടതുകാലാണ്. പക്ഷേ അതിലൂടെ എന്നെ ഡിഫൈൻ ചെയ്യാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. എനിക്കും എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് എൻ്റെ ചുറ്റുമുള്ളവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അതിന് ഞാൻ ആദ്യം അത് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണ് ഞാൻ മാരത്തൺ ഓടാൻ തീരുമാനിക്കുന്നത്. 2015 നവംബർ 14 അന്ന് കൊച്ചിയിൽ വെച്ച് നടന്ന സ്പൈസ് കോസ്റ്റ് മാരത്തണിൽ ഞാൻ ആദ്യമായി 5 കിലോമീറ്റർ ഓടി. നടക്കാൻ ഉപയോഗിക്കുന്ന എൻ്റെ നോർമൽ കൃത്രിമ കാലുമായി. പിന്നീട് വാസ്കുലർ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്ത ഓടാനും മറ്റ് സ്പോർട്സ് ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്ലേഡ് എന്ന കൃത്രിമക്കാൽ ഉപയോഗിച്ചും ഞാൻ ഓടാൻ തുടങ്ങി. ഒരിക്കൽ ആശുപത്രി കിടക്കയിൽ വെച്ച് ഇനി എനിക്ക് നടക്കാൻ പോലും സാധിക്കുമോ എന്ന് ചിന്തിച്ചിരുന്നിടത്ത് നിന്ന് ഇന്ന് വളരെയധികം അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ ഇന്ന് കേരളത്തിലെ ഫസ്റ്റ് ആൻഡ് വൺ ആൻഡ് ഓൺലി ബ്ലേഡ് റണ്ണറാണ് എന്ന്. നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമായിരിക്കും സ്വന്തം രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു നേട്ടം കൂടി ഉണ്ടായി പിന്നീട് എൻ്റെ ജീവിതത്തിൽ. 2019 കെനിയയിൽ വെച്ച് നടന്ന പാരാ ആംപ്യൂട്ടി കോൺഫെഡറേഷൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനും റണ്ണേഴ്സ് അപ്പ് ആകാനും ഞാൻ ഉൾപ്പെട്ട ടീമിന് സാധിച്ചു. ജീവിതം അങ്ങനെയാണ്. വെറുമൊരു സാധാരണക്കാരനായ എനിക്ക് ആക്സിഡൻറ്റിൽ കാല് നഷ്ടപ്പെട്ടതിന് ശേഷം ഇത്രയൊക്കെ നേടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം ഓർമ്മിക്കുക, ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല. വീണു പോയേക്കാം, പരാജയപ്പെട്ടേക്കാം. പക്ഷേ വീണ്ടെടുത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത്. ശരിയായ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും വീണു പോകാതിരിക്കുന്നതല്ല, മറിച്ച് ഓരോ വീഴ്ചയ്ക്ക് ശേഷവും എഴുന്നേറ്റ് വീണ്ടും പരിശ്രമിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളെ സ്വയം വിശ്വസിക്കുക, ക്ഷമയോടും ധൈര്യത്തോടും കൂടി പരിശ്രമിക്കുക. ഒരു പ്രതിസന്ധികൾക്കും നിങ്ങളെ
പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇതുവരെ എന്നെ കേട്ടിരുന്നതിന് നന്ദി. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുമായി വരാം. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.